ബഹുമാന്യനായ ലിൻഡോ ജോസഫ്. Sir, it's our immense pleasure and privilege to call our Honorable MLA, Mr. Lindo Joseph, to inaugurate the function. Sir, you are welcome to address the gathering. എത്രയും സ്നേഹം നിറഞ്ഞ ഫാത്തിമ ബി ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഗോൾഡൻ ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഗ്രാൻഡ് അലുമിനി മീറ്റിൻ്റെ പ്രിയങ്കരനായ അധ്യക്ഷൻ, ചെയർമാൻ കൂടിയായിട്ടുള്ള ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള ശ്രീ വിൽസൺ പുല്ലുവേലി, വേദിയിലുള്ള ഇന്നത്തെ മുഖ്യാതിഥി ഏറ്റവും പ്രിയങ്കരനായ മർക്കസ് നോളജ് സിറ്റിയുടെ പ്രിയപ്പെട്ട CEO ഡോക്ടർ അബ്ദുസലാം മുഹമ്മദ്, വേദിയിലുള്ള മർക്കസ് എഡ്യൂക്കേഷൻ അസോസിയേറ്റിൻ്റെ ഡയറക്ടറായിട്ടുള്ള ഏറ്റവും പ്രിയപ്പെട്ട ഉനൈസ് മുഹമ്മദ്, വേദിയിലുള്ള പ്രിയപ്പെട്ട ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, അതുപോലെ തന്നെ പ്രിയപ്പെട്ട വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ അംഗങ്ങൾ, മുൻ അംഗങ്ങൾ, മഹനീയമായ വ്യക്തിത്വങ്ങൾ, പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ നാസർ മാഷ് ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾ, സ്നേഹം നിറഞ്ഞവർ, കൂടുതൽ കാര്യങ്ങളൊന്നും വിശദീകരിച്ച് പറയണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഫാത്തിമ ബി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 50 വർഷത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ ഒന്നിച്ചു കൂടുന്ന മഹനീയമായ ഒരു ചടങ്ങിലാണ് നമ്മളെല്ലാവരും ഇന്ന് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ മഹനീയമായ കലാലയത്തിൽ പഠിക്കാൻ കഴിഞ്ഞില്ല എന്ന ഒരു സങ്കടം മാത്രമാണ് ഈ വേദിയിൽ നിൽക്കുമ്പോഴുള്ളത്. എന്നാൽ ഈ നാട്ടിലെത്തിയ നാൾ മുതൽ ഫാത്തിമ ബി ഹയർ സെക്കൻഡറി സ്കൂളുമായി ബന്ധപ്പെട്ട് ചെറിയ ചെറിയ കാര്യങ്ങളും തുടങ്ങി ഏറ്റവും അവസാനം MLA ആയി നിൽക്കുന്ന ഘട്ടം വരെ ബന്ധം പുലർത്താൻ കഴിഞ്ഞൊരു വ്യക്തി എന്ന നിലയിൽ പഠിക്കാത്തൊരു പൂർവ്വ വിദ്യാർത്ഥിയുടെ എല്ലാ അർത്ഥത്തിലുമുള്ള ഫീൽ ലഭ്യമാവുന്നൊരു വ്യക്തി കൂടിയാണ് ഈ എളിയവൻ. ഇവിടെ പന്ത് കളിക്കുന്ന സമയത്തും അതുപോലെ തന്നെ സ്കൂളിൻ്റെ ചെറുതും വലുതുമായ മത്സര കലാപരിപാടികളിലുമൊക്കെ ഒരു സഹായിയായും ഒരു സാമൂഹ്യ പ്രവർത്തകനായും ഒക്കെ ഇടപെടാൻ കഴിയുകയും പിന്നീട് പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന ഘട്ടത്തിൽ ഔദ്യോഗികമായ സ്ഥാനങ്ങളിലൂടെ ഇടപെടാൻ കഴിയുകയും പിന്നീട് MLA ആയ ഘട്ടത്തിൽ സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഒരു നിത്യസന്ദർശകനെ പോലെ എത്തിച്ചേരാനും കഴിഞ്ഞൊരു വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് ഈ വിദ്യാലയവുമായി അഭേദ്യമായ ബന്ധമുണ്ട് എന്നത് ഈ അവസരത്തിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ മഹാകലാലയം ഈ നാടിന് നൽകിയ സംഭാവനകളെയും എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങളെല്ലാവരെയും വളർത്തി വലുതാക്കിയെടുക്കാൻ അറിവ് കൃത്യമായി എത്തിക്കുന്നതിന് വേണ്ടി നൽകിയിട്ടുള്ള ഓർമ്മകളെയുമെല്ലാം ഏറ്റവും സ്നേഹത്തോടുകൂടി ഓർത്തെടുക്കാൻ കഴിയുന്ന നിലയിലാണ് ഈ ഗ്രാൻഡ് അലുമിനി മീറ്റ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ നാട്, ഈ മലയോര കുടിയേറ്റ ഗ്രാമം കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തുന്നതിന്, ലോകത്തിന് മുന്നിലേക്ക് നമ്മുടെ നാടിനെ എത്തിക്കുന്നതിന് ഇവിടെ എൻ്റെ മുന്നിലിരിക്കുന്ന മുഴുവൻ ആളുകളും വഹിച്ച പങ്ക് അത് വലുതു തന്നെയാണ്. ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് നമ്മുടെ കുട്ടികളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ കൈപിടിച്ചുയർത്താൻ, നമ്മുടെ വിദ്യാലയത്തെ കൂടുതൽ പ്രാപ്തമാക്കാൻ കഴിയുന്ന നിലയിലേക്കുള്ള ആലോചനകളും ചിന്തകളുമെല്ലാം ഗോൾഡൻ ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമായി നമ്മുടെ വിദ്യാലയത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കും എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ആ നിലയിലേക്ക് ഈ വിദ്യാലയത്തിൻ്റെ പ്രവർത്തനങ്ങളെ 50 വർഷം മുമ്പ് ആരംഭിക്കുന്ന ഘട്ടത്തിൽ ഉദ്ദേശിച്ച ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ നിന്ന് ഇപ്പോഴും പുറകോട്ട് പോവാതെ ഇപ്പോഴും അതേ അർത്ഥത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവിടുത്തെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ നാസർ മാഷിൻ്റെ നേതൃത്വത്തിൽ അധ്യാപകരും PTA ഭാരവാഹികളും നാട്ടുകാരും മറ്റ് സംവിധാനങ്ങളും എല്ലാം ചേർന്ന് ഇപ്പോഴും തയ്യാറായിക്കൊണ്ടിരിക്കുന്നു എന്നത് ഏറെ അഭിമാനകരമായൊരു കാര്യമാണ്. ഏറ്റവും അവസാനം നമ്മുടെ സ്കൂളിനൊരു ഗ്രൗണ്ട് വേണം എന്ന ആവശ്യവുമായിട്ടാണ്. അപ്പോൾ ഞാൻ നാസർ മാഷോട് പറഞ്ഞു, മാഷേ, അത് ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് എയ്ഡഡ് സ്കൂളുകൾക്ക് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ സാധാരണഗതിയിൽ കൊടുക്കാറില്ല. അപ്പോൾ മാഷ് എന്നോട് പറഞ്ഞൊരു ഉത്തരം, അത്
ഗവൺമെൻറ് സ്കൂളിന് തത്തുല്യമായ നിലയിലാണല്ലോ നമ്മുടെ വിദ്യാലയം പ്രവർത്തിക്കുന്നത്. കാരണം അധ്യയനം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സ്കൂളും പരിസരവും ഈ നാട്ടുകാരുടേതാണ്. ഈ നാട്ടിലെ കുട്ടികളാണ് ഇവിടെ വന്ന് കളിക്കുന്നത്. അതുകൊണ്ട് ആ നിലയിൽ തന്നെ പരിഗണിക്കണമെന്ന് എന്നോട് പറയും. ഇപ്പം ഞാൻ പറഞ്ഞു, മാഷേ അത് നമുക്കറിയാം, നമ്മളത് അനുഭവിച്ചറിയുന്നവരാണ്. പക്ഷെ ഗവൺമെൻറ്റിൻ്റെ കണക്കിൽ അങ്ങനെ വരില്ല. ഗവൺമെൻറ്റിൻ്റെ കണക്കിൽ വരണമെന്നുണ്ടെങ്കിൽ അത് ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോപ്പർട്ടിയായി മാറണം. അപ്പോൾ നാസർ മാഷ് പറഞ്ഞു, അതിനെന്താ തടസ്സം? ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോപ്പർട്ടിയായി ഉപയോഗിക്കാൻ, ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് മുടക്കിയാൽ എല്ലാ ആളുകൾക്കും ഉപയോഗിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് ആ കളിക്കളത്തെ മാറ്റാൻ ഞങ്ങളും പഞ്ചായത്തും തമ്മിലൊരു ധാരണ ഉണ്ടാക്കിയാൽ പോരെ. പല സ്ഥലങ്ങളിലും കളിക്കളങ്ങൾ, വിദ്യാലയങ്ങളുടെ കളിക്കളങ്ങൾ അടച്ച് പൂട്ടിയിടുന്ന ഘട്ടത്തിൽ ഇവിടെ ഒരു മാതൃക തീർത്തുകൊണ്ട് കളിക്കളങ്ങൾ ഈ നാട്ടിലെ തലമുറയ്ക്ക്, നാട്ടിലെ കുട്ടികൾക്ക് തുറന്നു കൊടുക്കാൻ മനസ്കത കാണിക്കുകയും ഒരു വിദ്യാലയത്തിൻ്റെ കളിക്കളം പൊതുവായ ആവശ്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ വേണ്ടി മാതൃക കാണിക്കുകയും ചെയ്യുന്നു എന്നത് ഏറെ അഭിമാനകരമായ കാര്യമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ മനസ്സിലാക്കുന്നത്, പഞ്ചായത്തുമായി അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ആദർശ് ജോസഫ് അതിന് വലിയ മുൻകൈ എടുത്തൊരു വ്യക്തിയാണ്. അദ്ദേഹം ഇന്നത്തെ ഇവിടുത്തെ വാർഡിൻ്റെ മെമ്പർ കൂടിയാണ്. അന്നത്തെ മെമ്പറായിരുന്ന ബിന്ദു ചേച്ചി അതിന് വളരെ മുൻകൈ എടുത്ത ആളുകളാണ്. പഞ്ചായത്തുമായി ഇപ്പോൾ അതിൻ്റെ എല്ലാ പേപ്പർ വർക്കുകളും പൂർത്തീകരിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ആധുനികമായ നിലവാരത്തിലൊരു കളിക്കളം ഉണ്ടാക്കാൻ ആവശ്യമായ ഗവൺമെൻറ്റിൽ നിന്ന് ഫണ്ട് ലഭ്യമാവുന്നതിന് ഇപ്പോൾ മറ്റ് തടസ്സങ്ങളൊന്നുമില്ല. ഈ വരുന്ന വർഷം തന്നെ ആ കളിക്കളം യാഥാർത്ഥ്യമാക്കാൻ ആവശ്യമായ ഗവൺമെൻറ്റിൽ നിന്ന് ആവശ്യമായ ഫണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭ്യമാക്കാൻ കഴിയുമെന്നുള്ള സന്തോഷകരമായ കാര്യം കൂടി ഈ ഗോൾഡൻ ജൂബിലി വാർഷികത്തിൽ ഇവിടെ സൂചിപ്പിക്കുകയാണ്. മറ്റു കാര്യങ്ങളൊന്നും വിശദീകരിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അനുഭവങ്ങൾ പങ്കുവെക്കാനും പരസ്പരം പഴയ സൗഹൃദങ്ങൾ പുതുക്കാനും നിങ്ങളെല്ലാവരെയും പഠിപ്പിച്ച മഹനീയരായ അധ്യാപകരുമെല്ലാം ഈ വേദിയിലും സദസ്സിലുമായി മുൻനിരയിലുണ്ട്. മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരൊക്കെ വേദിയിലുണ്ട്. അവർക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ടാകും എന്നതുകൊണ്ട് അതിലേക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒറ്റ കാര്യം മാത്രം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. മനുഷ്യൻ എന്നത് എപ്പോഴും സന്തോഷിക്കാൻ ആഗ്രഹിക്കുന്നവരാകുക എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നത്തെ ഈ പഴയ ഓർമ്മകളൊക്കെ പുതുക്കുന്ന പഴയ ക്ലാസ് റൂമിലൊക്കെ പോയി ഇരിക്കാൻ താല്പര്യപ്പെടുന്ന എത്ര പേർ ഇന്നത്തെ ഈ അലുമിനി മീറ്റിൻ്റെ ഭാഗമായി ഇവിടെ വന്നിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. പക്ഷെ എല്ലാവരും വരണം എന്നതാണ് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്. എല്ലാവരെയും പങ്കെടുപ്പിക്കണം. കാരണം കുറേ കഴിയുമ്പോൾ നമുക്ക് മിച്ചമായി ഉണ്ടാവുക ഇത്തരം ചില നല്ല ഓർമ്മകൾ മാത്രമേ ഉണ്ടാകൂ. ജീവിതത്തിൽ കുറേ മുന്നോട്ട് പോയി കഴിയുമ്പോൾ അവശേഷിക്കുന്നതായി നമ്മുടെ സമ്പാദ്യമെന്ന് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയുന്നത് നമുക്ക് ഏറ്റവും സന്തോഷിപ്പിച്ച നല്ല മുഹൂർത്തങ്ങൾ മാത്രമാണ്. അല്ലാത്തതെല്ലാം വൃഥാവിലായി പോയോ എന്നൊരു സംശയം ഒരു സമയം കഴിയുമ്പോൾ തോന്നും. പ്രത്യേകിച്ച് ഒരു 60 വയസ്സൊക്കെ കഴിയുമ്പോഴാണ് അത്തരം ചിന്തകൾ കൂടി വരിക. എത്രയോ അനുഭവം ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ വിവിധങ്ങളായിട്ടുള്ള മേഖലകളിൽ പോകുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ അനുഭവങ്ങളുണ്ട്. എല്ലാ സൗകര്യങ്ങളും ധാരാളം സമ്പത്തും ഒക്കെ ഉണ്ടായിട്ടും സന്തോഷത്തോടു കൂടി ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ കഴിയാത്തവരായി, സന്തോഷത്തോടു കൂടി വർത്തമാനം കഴിയാൻ കഴിയാത്തവരായി എത്രയോ കുടുംബങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നറിയാം. ചില ആളുകളുടെ ധാരണ സമ്പത്താണ്, അല്ലെങ്കിൽ നമ്മൾ സമ്പാദിക്കുന്ന പണമാണ് സന്തോഷത്തിൻ്റെ മാനദണ്ഡം എന്ന് കരുതുന്ന ആളുകളുണ്ട്. ചില ആളുകൾ അങ്ങനെയാണ് കരുതുന്നത്. അതുകൊണ്ടാണ് തിരക്കിട്ട് ഓടിക്കൊണ്ടേയിരിക്കുന്നത് മനുഷ്യൻ. മനുഷ്യൻ എന്ന് പറഞ്ഞൊരു ആർത്തിയുടെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആർത്തിയുള്ള ഒരു ജീവി ഏതെന്ന് ചോദിച്ചാൽ അത് മനുഷ്യനായിരിക്കും. മനുഷ്യരിങ്ങനെ തിരക്കിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുന്ന ഒരാളായതുകൊണ്ട്, എപ്പോഴും സമ്പാദിക്കണമെന്ന ആഗ്രഹമുള്ളത് കൊണ്ട് സന്തോഷിക്കാനുള്ള സമയം പോലും മാറ്റിവെച്ച് അതിനുവേണ്ടി ഓടുന്ന ആളുകളായി തീരും. ഏറ്റവും അവസാനം സമ്പാദ്യമൊക്കെ കുന്നുകൂടി ഇങ്ങനെ ആവശ്യത്തിൽ മിച്ചം സമ്പാദ്യമൊക്കെ കൈകളിൽ ഉണ്ടാകുമ്പോൾ തോന്നും ഈ സമ്പാദ്യത്തിനൊന്നും ഒരു വിലയുമില്ല എന്ന് തോന്നും. എത്രയോ കുടുംബങ്ങൾ അങ്ങനെയുണ്ട്, ധാരാളം സമ്പത്തുണ്ട്. പക്ഷേ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ കുടുംബാംഗങ്ങളില്ലാത്തത് കൊണ്ട്, സ്വന്തം മക്കളില്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ സഹോദരങ്ങളില്ലാത്തത് കൊണ്ട് കുറേ പണവും കുറേ ആൾക്കാരും മാത്രമായി ഒന്നിച്ചിരുന്ന് സുഖകരമായി ഭക്ഷണം കഴിക്കാൻ കഴിയാത്തവരായി ധാരാളം പേരുണ്ട്. ഒന്ന് സന്തോഷത്തോടു കൂടി അടുത്തിരുന്ന് വർത്തമാനം പറഞ്ഞിട്ട് കുറേ നാളായ മനുഷ്യരുണ്ട്. ഇങ്ങനെ എത്രയോ ആളുകൾ നമ്മുടെ സമൂഹത്തിനുണ്ട്. സമ്പത്ത് എന്നതൊരു മാനദണ്ഡമേ അല്ല സന്തോഷിക്കാൻ മാനദണ്ഡമാവുന്നത് നമ്മുടെ മനസ്സാണ്. എല്ലാത്തിലും സന്തോഷം കണ്ടെത്താൻ, എപ്പോഴും ചിരിക്കാൻ പഠിച്ചാൽ നമുക്ക് ഒരുപാട് പേരെ സന്തോഷിപ്പിക്കാനും നമുക്ക് സന്തോഷിക്കാനും
കഴിയുമെന്നതൊരു യാഥാർത്ഥ്യമാണ്. ഒരുപക്ഷെ ഇന്നിവിടെ പഴയ ക്ലാസ് മുറികളിൽ പോയി നിങ്ങളുടെ പ്രിയപ്പെട്ട നിങ്ങളെ പഠിപ്പിച്ച അധ്യാപകരെ കാണുമ്പോൾ പഴയ കാലഘട്ടത്തിലെ ഓർമ്മകളിലേക്ക് പോകുമ്പോൾ നമ്മൾ തന്നെ അറിയാതെ ചിരിക്കുന്ന പല കുസൃതിത്തരങ്ങളും നമുക്ക് ഓർമ്മകളായി വരും. ക്ലാസ് മുറികളിൽ പോയിരിക്കുമ്പോൾ അവിടെ നടത്തിയ കലാപരിപാടികൾ നമുക്ക് വലിയ ചിരി പടർത്തുന്ന ഓർമ്മകളായി മാറും. ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ വിദ്യാലയ കാലഘട്ടത്തിൽ നമുക്ക് നേടിയെടുത്തതുണ്ട്. ആ നേടിയെടുത്ത അനുഭവങ്ങളെ അയവിറക്കുമ്പോഴാണ് കൂടുതൽ കൂടുതൽ മനസ്സിന് സന്തോഷം തോന്നുന്ന കാര്യങ്ങൾ ഉണ്ടാവുന്നത്. പഴയ കൂട്ടുകാരെ കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന സന്തോഷം ആ ഓർമ്മകളാണ്. മനുഷ്യനെ ഏറ്റവും അവസാനം സന്തോഷിപ്പിക്കുന്നത് ഓർമ്മകളാണ്. എപ്പോഴും നല്ല ഓർമ്മകൾ ഉണ്ടാവുക എന്നത് തന്നെയാണ് പ്രധാനം. ആ നല്ല ഓർമ്മകളെ സൃഷ്ടിക്കാൻ ബോധപൂർവമായ ഇടപെടലുകൾ നടത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതം ഒരു കുറഞ്ഞ നാളത്തേക്കുള്ള ജീവിതമാണ്. എത്ര കാലം ഓരോ മനുഷ്യനും ജീവിച്ചിരിക്കുമെന്ന് പറയാൻ കഴിയില്ല. എത്ര കാലം നമുക്ക് ഈ ആരോഗ്യമുണ്ടാകുമെന്ന് പറയാൻ വേണ്ടി കഴിയില്ല. എത്രമാത്രം നമുക്ക് സമ്പാദിക്കാൻ കഴിയുമെന്നൊന്നും പറയാൻ കഴിയില്ല. ഇതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗങ്ങളായി വന്നു ചേരുന്ന കാര്യങ്ങളാണ്. ഏതവസ്ഥയിലും സന്തോഷിക്കാൻ കഴിയുക എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ആലോചനകളും ചിന്തകളും ഒക്കെ അത്തരം സന്തോഷത്തിൻ്റെ നിമിഷങ്ങളെ കണ്ടെത്താൻ കഴിയുന്ന നിലയിലേക്ക് മാറട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുകയാണ്. പൂർവ്വ വിദ്യാർത്ഥികളെ നമ്മളിവിടെ ഒത്തുകൂടുമ്പോൾ നമുക്ക് വേണ്ടി ആരൊക്കെയോ കരുതി വെച്ച കരുതലിൻ്റെ പുറത്താണ് നമ്മൾ വിദ്യാഭ്യാസം നേടിയതും നമ്മളിപ്പോൾ മുന്നോട്ട് പോകുന്നതുമെന്ന് നമുക്ക് ഓർമ്മ വേണം. അതുകൊണ്ട് വരും തലമുറയ്ക്ക് വേണ്ടി കാത്തു വെക്കേണ്ടിയിരിക്കുന്ന പലതിനെയും ചേർത്ത് നിർത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് വിദ്യാഭ്യാസ മേഖലയുടെ വിവിധ തലങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ വിദ്യാലയങ്ങൾക്ക് ആവശ്യമായ പലതിനെയും ചേർത്ത് നിർത്താൻ നേടിക്കൊടുക്കാൻ കഴിയുന്നവരാണ് എൻ്റെ മുന്നിലിരിക്കുന്ന ഈ പൂർവ്വ വിദ്യാർത്ഥികളായിട്ടുള്ള മുഴുവൻ ആളുകളും. തീർച്ചയായിട്ടും അത്തരം ചിന്തകളും ചർച്ചകളുമൊക്കെ ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൻ്റെ ഭാഗമായി ഉണ്ടാകട്ടെ എന്നുകൂടി ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് മറ്റ് ഒരു കാര്യങ്ങളിലേക്കും കടക്കാതെ നിങ്ങളെല്ലാവരും ഇവിടെ ഒത്തുകൂടിയതിലുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ചടങ്ങിന് വലിയ പ്രസക്തി ഇല്ല എന്ന് എനിക്കറിയാം. എത്രയും പെട്ടെന്ന് പഴയ സൗഹൃദങ്ങളിലേക്ക് ആ ഓർമ്മകളിലേക്ക് സഞ്ചരിക്കുക എന്നതാണ് ഏറ്റവും അനിവാര്യം എന്ന് എനിക്കറിയാവുന്നത് കൊണ്ടുകൂടി മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കാതെ ഇങ്ങനൊരു വലിയ ഒരു കൂട്ടായ്മയെ കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന നിലയിൽ ഗോൾഡൻ ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമായി പൂർവ്വ വിദ്യാർത്ഥികളെ ആകെ വിളിച്ചു ചേർക്കണം, അവരുടെ ഓർമ്മകളിലൂടെ അവരെ ഒന്നുകൂടി നടത്തണമെന്ന് തീരുമാനിച്ച ഈ ഗോൾഡൻ ജൂബിലി ആഘോഷ കമ്മിറ്റിയും അതിന് നേതൃത്വം നൽകിയവരെയും പ്രത്യേകം ഈ അവസരത്തിൽ അഭിനന്ദിച്ചുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കാതെ ഗോൾഡൻ ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമായി ഇവിടെ സംഘടിപ്പിച്ച ഗ്രാൻഡ് അലുമിനി മീറ്റ് ഔപചാരികമായി നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തത് അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ആശംസിക്കുന്നു. താങ്ക് യു.